തന്നെ നമ്മുടെ ഉദ്ഘാടനത്തിന് വെച്ചിരിക്കുന്ന പ്രവാസി വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ഐസക് പ്ലാപ്പള്ളി അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനും സൗദിയിൽ ജോലി ചെയ്ത് 81 ഞാൻ ഗൾഫിലോട്ട് പോയ ബോംബെ ചെന്ന് ഗൾഫിൽ പോയ ഒരു വ്യക്തിയാണ്. ഞാനും റിയാദില് അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഏകദേശം അപ്പ അതുപോലെ തന്നെ ജിദ്ദ, ദമാമ്, അതുപോലെ തന്നെ റിയാദിലോട്ടാണ് ഞാൻ ആദ്യമായിട്ട് പ്ലെയിനിൽ ചെന്നിറങ്ങി ഒരു സ്ഥലം. ആ സ്ഥലമൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് 81 എത്ര വർഷക്കാലമായി 45 വർഷത്തോളമായി. അവിടെയൊക്കെ വളരെ പുരോഗമനപരമായ രീതിയിൽ വലിയ രാജ്യങ്ങളായി. നമ്മൾ പഴയതുപോലെ തന്നെ ഇപ്പോഴും തിരിച്ചു വന്ന് ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പ്രവാസികളും നമ്മുടെ സംഘടനയിലുള്ള എല്ലാ ആൾക്കാരും. ഞാനും ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് 30 പേരെ കൂടി ഒരു സംഘടന 2023 കോട്ടയത്ത് തുടങ്ങി. അത് ഒരു രാജ്യത്തുള്ളവർ മാത്രമല്ല, ആദ്യമായിട്ട് അന്ന് വിദേശത്തുള്ള മുഴുവനും രാജ്യങ്ങളുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. തിരിച്ചു വന്നവരും വിദേശത്ത് ഉള്ളവരും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു സൗഹൃദ ഒരു അസോസിയേഷൻ രൂപം കൊടുത്ത് വലിയൊരു സംഘടനയായി ഈ 10-25 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഘടനയുടെ ഒരു പ്രസിഡന്റാണ്. എൻ്റെ പേര് ഐസക് പ്ലാപ്പള്ളി. കോട്ടയത്താണ്. നമുക്ക് എല്ലാ ജില്ലകളിലും ഒക്കെ തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ ഓഫീസ് ഉണ്ടായിരുന്നു. 30 ജില്ലകളിൽ നമ്മുടെ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കോവിഡ് സമയങ്ങളിൽ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പല ജില്ലകളിലും നമ്മുടെ ഓഫീസ് നിർത്തലാക്കി. എന്നിരുന്നാൽ തന്നെയും നമ്മൾ 4 ജില്ലകളിലെ ഓഫീസുമായിട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു സംഘടനയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ ആ സൗഹൃദ കൂട്ടായ്മ ആ അൽഹസയെ മാത്രം ഒതുങ്ങിപ്പോയി, അവിടെ മാത്രം ഉള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട്. പക്ഷെ ആ സൗഹൃദം വലിയ സൗഹൃദമാണ്. ഞാൻ നോക്കിയോ, ഞങ്ങൾക്ക് ഇതുപോലെ ഒന്നും എല്ലാവരെയും കൂട്ടി ഒരു മീറ്റിംഗ് നടത്താൻ പറ്റത്തില്ല. കാര്യം വലിയ ലക്ഷക്കണക്കിന് ആൾക്കാർ മെമ്പർമാരുള്ള ഒരു സംഘടനയാണ്. അല്ലാത്തവരും മെമ്പർ അല്ലാത്തവരും ഇവിടെ ഈ കൂട്ടായ്മയിലുണ്ട്. എല്ലാ ജില്ലകളിലും ഉള്ളവരുണ്ട്. മെമ്പർഷിപ്പ് എടുക്കാത്തവരും നമ്മുടെ സംഘടനയിലുണ്ട്. പക്ഷെ അവരെല്ലാം വേർതിരിച്ച് നമ്മൾ മണ്ഡല തലത്തിലായിട്ടും നിയോജകമണ്ഡല തലത്തിലായിട്ടും ജില്ലാ തലത്തിലുമായിട്ടും സംസ്ഥാന തലത്തിലും നമ്മൾ ഇതുപോലെ മീറ്റിംഗുകൾ കൂടി ആൾക്കാരെ നമ്മുടെ സംഘടനയിലുള്ളവരെ സഹായിക്കുകയും അവരെ ബോധവൽക്കരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ ഓഫീസിൽ വന്നപ്പോൾ തന്നെ നിങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ചാരിറ്റി നിങ്ങളുടെ കൂടെയുള്ളവർ 25 പേർക്കോളം ചാരിറ്റി ആയിട്ട് സഹായിക്കുകയും കൊണ്ടുള്ളവർക്ക് സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും അവരെ സഹായിക്കുവാനായിട്ടൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മെമ്പർഷിപ്പിലൂടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സഹകരണത്തില്, നിങ്ങളുടെ മാത്രം സഹകരണത്തില് ഇത്രയും പേരെ സഹായിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. കാര്യം നമ്മൾ അങ്ങനെ ഒരു ഒരുമിച്ച് കൂടി നമ്മളങ്ങനെ ഒരു ചാരിറ്റി നടത്തുന്നത്. പക്ഷെ നമ്മുടെ സംഘടനയുടെ മെമ്പർഷിപ്പ് കൊണ്ട് നമ്മുടെ സംഘടന മെമ്പർഷിപ്പ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇതുപോലെ വലിയ രീതിയിൽ ചാരിറ്റികളൊക്കെ നടത്തുന്ന ഒരു സംഘടനയാണ്. കാര്യം എല്ലാവരും പണം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നവരാണ് നമ്മുടെ പ്രവാസികൾ. പക്ഷെ എല്ലാവരും നമുക്ക് അന്ന് തിരിച്ചു വന്നിട്ട് നമ്മുടെ നിത്യവൃത്തിക്കായിട്ട് നമ്മുടെ കേരളത്തിൽ പോയി അവിടെ നല്ല ജോലിയും അതുപോലെ സാധാരണ ജോലി ചെയ്ത ആൾക്കാരുണ്ട്. എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാര്യം നമുക്കൊക്കെ അന്ന് 81, 85, 60, 75 പോയ ആൾക്കാർ ബുദ്ധിമുട്ടും പ്രയാസത്തിലും അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് അന്ന് ഗൾഫിലോട്ട് യാത്ര തിരിച്ചത്. എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരെല്ലാം തിരിച്ചു വന്നവരാണ്. കാര്യം 60 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതൽ. പക്ഷെ അന്നൊക്കെ നമ്മുടെ സ്ഥലം വിൽക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വൈഫിന്റെ സ്വർണ്ണമാലകൾ വിൽക്കും. അത് ആ രീതിയിലാണ് നമ്മൾ പൈസ ഉണ്ടാക്കി
അന്ന് വിസയ്ക്കൊക്കെ പൈസ കൊടുത്ത് പോകുന്ന ഒരു കാലമായിരുന്നു. അതൊക്കെ ആ ബുദ്ധിമുട്ടി പ്രവാസത്തിൽ വലിയ തുക കൊടുത്ത് നമ്മുടെ വിദേശത്തോട്ട് പോയവരാണ് നമ്മളോട്. പക്ഷെ അതൊക്കെ അവിടെ ചെന്ന് 1 വർഷം 2 വർഷം നിന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ആ കടമൊക്കെ തീർക്കാൻ സാധിക്കുന്നത്, നാട്ടിലുള്ള കടവും കാര്യങ്ങളൊക്കെ തീർക്കാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ കൂടി നമ്മളെ മക്കളെ കെട്ടിക്കുക, വീട് നോക്കുക, വീട് പണിയുക, അങ്ങനെയൊക്കെ നമ്മൾ ജോലി ചെയ്ത് 5, 10, 15, 20 വർഷം 25 വർഷം അവിടെ നിന്ന് നമ്മുടെ കടങ്ങളെല്ലാം തീർത്ത് ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി നമ്മൾ വന്ന് ആ സമയമാകുമ്പോൾ നമുക്ക് പ്രായമായി 60 വയസ്സായി നമ്മളെ അവിടുന്ന് സ്പോൺസർ പറയും നിങ്ങളുടെ വിസ ക്യാൻസലായി നിങ്ങൾ നാട്ടോട്ട് പോകണം പറയും. കാര്യം അതേ രീതിയിലാണ് നമ്മുടെ ആൾക്കാരെല്ലാം നാട്ടോട്ട് വരുന്നത്. കാര്യം 1-2 വർഷത്തെ പൈസ അവിടുത്തെ സെറ്റിൽമെന്റ് കിട്ടി കാണുമ്പോൾ പൈസ, ആ പൈസ വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം പാപ്പരായി പോകുന്ന രീതിയാണ് തിരിച്ചു വന്നത്. അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ ഗവൺമെന്റ് ഒരു സഹായം, ഒരു പരിധിയുണ്ട്. ഗവൺമെന്റ് സഹായിക്കുന്ന ഒരു പരിധിയുണ്ട്. നമുക്ക് പെൻഷനുണ്ട്, അതുപോലെ തന്നെ നോർക്ക നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്. സ്വതന്ത്ര സഹായമായിട്ട് ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപ, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന് 50,000 രൂപ, അതുപോലെ വിവാഹ സഹായത്തിനാണ് പിള്ളേരെ പെൺമക്കളെ കെട്ടിക്കുന്നതിന് വിവാഹ സഹായമായിട്ട് 10,000 20,000 രൂപ നോർക്ക സഹായിക്കുന്നു. അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇത്രയും അംഗങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ പെൻഷൻ പദ്ധതി ചേർന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. പെൻഷൻ പദ്ധതിയിൽ രീതിയുള്ള, പക്ഷെ നിങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ പദ്ധതി ചേരാൻ സാധിക്കാതെ വരുന്നു. പക്ഷെ അറിവില്ലായ്മ കൊണ്ടും പല കാരണങ്ങളെ കൊണ്ടും വിദേശത്തായിരുന്ന സമയത്ത് നമുക്ക് യൂട്യൂബോ ചാനലോ ടിവിയോ പത്രങ്ങളോ ഒന്നും നമുക്ക് സൗദിയിൽ കിട്ടത്തില്ല. പ്രത്യേകിച്ച് സൗദിയിൽ ഒരു പത്രം പോലും നമുക്ക് വായിക്കാൻ പറ്റാത്ത, അത് ടി വി ഒന്നും ഇല്ല നമ്മളൊക്കെ പോയ കാലത്ത്. അതുകൊണ്ട് ഈ നോർക്കയുടെ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പലർക്കും അതിൽ അംഗങ്ങളാകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് മുഴുവൻ പെൻഷൻ കിട്ടണം. നമ്മൾ സമരം ചെയ്യാതെ ഒരു കാര്യവും നടക്കുന്നില്ല നമ്മുടെ സംഘടനയിൽ. നമ്മളൊക്കെ സമരം ചെയ്തിട്ടുള്ള ധാരാളം, ഞാൻ 2003 തൊട്ട് സമരമായി, വർഷത്തിൽ 1-2 സമരങ്ങൾ നടന്നു. എപ്പോഴും അവസാനം 2009 ശേഷം മുഴുവൻ സമരങ്ങൾ. ഈ സമരങ്ങളൊക്കെ നടത്തിയതിന് പേരിലാണ് നമുക്ക് ക്ഷേമനിധി ബോർഡ് വന്നു 2009. അതുപോലെ തന്നെ നോർക്ക 95 തുടങ്ങിയതാണ് നോർക്ക വകുപ്പ്. അപ്പോൾ നമ്മൾ ഈ സമരങ്ങൾ ചെയ്തതിൽ മാത്രമേ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടത്തുള്ളൂ. ഉണ്ടായതിന് നമ്മൾ കൂട്ടായ്മ കൂടുന്നതൊക്കെ നല്ലതാണ്. സമ്മേളനങ്ങൾ നടത്തും, വാർഷിക സമ്മേളനം നടത്തും, റിപ്പോർട്ട് അതിന് കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ജീവിക്കാനുള്ള 60 വയസ്സ് കഴിഞ്ഞ് ജീവിക്കാനുള്ള എന്തെങ്കിലും മാർഗം, മരുന്നെങ്കിലും മേടിക്കാനുള്ള ഒരു സഹായം ഗവൺമെന്റിന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷനുണ്ട്. ഇപ്പൊ 1,600 രൂപ 2,000 ആക്കിയോ. അതുപോലെ നമുക്ക് പ്രവാസികളായിട്ടുള്ളവർക്ക് കിട്ടുന്നില്ല. ബാങ്കിൽ നിന്നാണ് സാമ്പത്തികം തരുന്നത്, സബ്സിഡി കുറവാണ്. അത് സബ്സിഡി തരുന്നത് നോർക്കയാണ്. ആ നോർക്ക 15% സബ്സിഡി തരും നമുക്ക്, കറക്റ്റായിട്ട് അടയ്ക്കുന്നവർക്ക്. എല്ലാത്തവർക്കും 15%. അപ്പോൾ എന്ത് ബിസിനസ് തുടങ്ങാം. നമുക്ക് വീട് പണിയാനും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്കൊന്നും ബിസിനസിന് വേണ്ടി മാത്രമാണ് ഈ നോർക്ക ലോൺ തരുന്നത്. അപ്പൊ ആ ലോണിന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ പിള്ളേരുണ്ടെങ്കിൽ അവരുടെ വേണ്ടി, പക്ഷെ തിരിച്ചു വന്നവർക്കേ ഉള്ളൂ. അവരെ പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോൺ കൊടുക്കുന്നത് ഗവൺമെന്റ്, നോർക്ക കൊടുക്കുന്നത്. നമ്മൾ ഡൽഹി പോയി പാർലമെന്റ് മാസമൊക്കെ നമ്മുടെ സംഘടന നടത്തി 60 വയസ്സ് കഴിഞ്ഞ് മുഴുവൻ പ്രവാസികൾക്ക് പെൻഷൻ കിട്ടണം. അല്ലാതെ അവർക്ക് അംശാദായം അടച്ചുകൊണ്ട് അവർക്ക് 65 വയസ്സ് കഴിയുമ്പോൾ 70 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് പെൻഷൻ കിട്ടണം. നോർക്ക ഇപ്പം പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 3000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട് 5 വർഷം മിനിമം അടച്ചു കഴിഞ്ഞാൽ. കൂടുതൽ നാൾ അടച്ചു കഴിഞ്ഞാൽ 2000 രൂപ. ഞാൻ ആ ക്ഷേമനിധി ബോർഡിലോട്ട് വന്നിട്ടില്ല, ഞാൻ അത് പറഞ്ഞോളാം. അപ്പോൾ ഈ ആവശ്യങ്ങൾ ക്ഷേമനിധിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സഹായം ചെയ്യണം. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റും കേരള സർക്കാരിനെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കുവാനും അതുപോലെ തന്നെ ഈ ക്ഷേമനിധി ബോർഡിൽ ഇപ്പൊ പെൻഷൻ മേടിക്കുന്നവർക്ക് കൂടുതൽ പെൻഷൻ കിട്ടുവാനും സാധിക്കുന്നുള്ളൂ.
അതുപോലെ ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും ഇൻഷുറൻസ് നിങ്ങൾക്കറിയാം, ഇപ്പം പത്രങ്ങളിലും യൂട്യൂബിലും ചാനലിലൊക്കെ എപ്പോഴും കേൾക്കാം ഇൻഷുറൻസ് കൊടുക്കുന്നു പ്രവാസികൾക്ക്. തിരിച്ചു വന്നവർക്ക് ആരും കിട്ടുന്നില്ല. പക്ഷെ തിരിച്ചു വരുന്നവർക്കാണ് ശരിക്കും ഈ ഇൻഷുറൻസ് കിട്ടേണ്ടത്. വിദേശത്തുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം അവർക്കെല്ലാം കമ്പനികളിലും ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഈ വിമാന കമ്പനികളൊക്കെ നമ്മളെ ഈ വിഷു ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് 10,000 15,000 രൂപയുടെ ടിക്കറ്റിനല്ല 4 ഇരട്ടി 50,000 50,000 കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രവാസികൾ. സാധാരണക്കാർ എങ്ങനെ ഒരു ഈ ഉത്സവകാലങ്ങളൊക്കെ നാട്ടിലെത്തിച്ച് അവരിവിടെ വന്നിട്ട് തിരിച്ചു വന്നേ പോകും. അപ്പോൾ ഈ വിമാന കമ്പനികളിലെല്ലാം അവരുടെ ആ വിമാന നിരക്ക് ഏകീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം, പ്രവാസികളുടെ ആവശ്യം. അവിടെയുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമ്മുടെ ആവശ്യം വെക്കും. നമ്മൾ നാട്ടിൽ തിരിച്ചു വന്നെങ്കിലും അവിടെയുള്ളവരെ നമ്മൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കൂടെയുണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ള ഈ അൽഗസ എന്നുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും നമ്മുടെ ആൾക്കാരെല്ലാം അവിടെ ജോലി ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ 1-2 പ്രതിനിധികൾ ആ സ്ഥലത്ത് പോയി അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ഇതുപോലെയുള്ള ഈ സംഘടനയുടെ പേരിൽ തന്നെ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുക. ഈ അൽഗസ സൗഹൃദ കൂട്ടായ്മ അവിടെ തന്നെ ഉണ്ടാകുക. പക്ഷെ അവിടെയുള്ളവരെ സാമ്പത്തികം ഉണ്ടാകും. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാർഷികം വരുമ്പോഴത്തേക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും. അവിടെ നിന്ന് കുറച്ച് സാമ്പത്തികമൊക്കെ തരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യം അനുഭവിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട്. അപ്പൊ അവരെ സഹായിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് അവരുടെ ഒരു സഹായം തരാം. അവരെ നമ്മുടെ ഇതുപോലെയുള്ള പരിപാടികൾ അതേപോലെ ക്ഷണിക്കുക. അവരുടെ നാട്ടിലുള്ളവർ ആരെങ്കിലും അവരുടെ അയൽവക്കത്തിലുള്ളവരെ ക്ഷണിച്ചിട്ട് അവരെ ഒന്ന് ആദരിക്കുകയോ അവരുടെ വേദി കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. അവിടെയുള്ളവരെയൊക്കെ നമ്മൾ ക്ഷണിക്കാറുണ്ട്. നമ്മുടെ പരിപാടികളൊക്കെ സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ 10,000 പേര് പങ്കെടുക്കുന്ന സമ്മേളനമാണ്. അപ്പോൾ ആ സമ്മേളനങ്ങളിലൊക്കെ പ്രവാസികളായിട്ടുള്ള ഈ അൽഗസയിലുള്ളവർ അല്ലെങ്കിൽ സൗദിയിലുള്ള ആ ഭാഗത്ത് റിയാദിലെടുത്തുള്ള അൽഗസ. അപ്പൊ ആ ഭാഗത്ത് മുഴുവൻ നമുക്ക് വിളിക്കാം. ഇപ്പൊ നമുക്ക് തന്നെ ബാങ്കായി, കോപ്പറേറ്റീവ് ബാങ്കായി, ജില്ലാതലത്തിലുള്ള ബാങ്കായി നമുക്ക് മറ്റു ജില്ലകളിൽ തുടങ്ങാനുള്ള പരിപാടികളും നോക്കുന്നുണ്ട്. അപ്പൊ കോട്ടയക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും അംഗങ്ങളാകാം. ഈ ഷെയറൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചിട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചിട്ടിയുണ്ട്. അതുപോലെ നമുക്ക് ഡെപ്പോസിറ്റ് ഇടാം. കോട്ടയക്കാരുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാം ചെയ്യാം. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോട്ടയം ജില്ലാ പ്രവാസി സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ക്ഷേമനിധി പെൻഷൻ നമ്മൾ 18 വയസ്സ് വരെ ഉള്ളവർക്ക് ചേരാം, 60 വയസ്സ് വരെ ചേരാം. മക്കളൊക്കെ ഉണ്ടെങ്കിൽ പ്രവാസികളായിട്ടുള്ളവരെ അതെല്ലാം ചേർക്കാം. 60 വയസ്സ് വരെ നമ്മളിത് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 8,000 രൂപ നമുക്ക് മാസം കിട്ടും. ഇപ്പൊ മിനിമം അടയ്ക്കുന്നവർക്ക് 5,000 3,000 രൂപ കിട്ടുന്നത്. ഇവിടെയുള്ളവർക്ക്, നാട്ടിലുള്ളവർക്ക്, വിദേശത്തുള്ളവർക്ക് 3,500 രൂപ കിട്ടുന്നുണ്ട് മിനിമം അടച്ചു കഴിഞ്ഞാൽ. കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ 8,000 10,000 അടുത്ത് നമുക്ക് കിട്ടും 60 വയസ്സ് കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് വകവരും കിട്ടിയില്ല. നമ്മുടെ മക്കൾ വിദേശത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചേർക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. വിദേശത്ത് നിന്ന് വന്ന് 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. അവർക്കാണ് ലോൺ കിട്ടും. അതുപോലെ തന്നെ ഈ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ ഈ ട്രീറ്റ്മെന്റിന് കിട്ടും, മരണപ്പെടുവാണെങ്കിൽ കിട്ടും. അതുപോലെ വിവാഹ സഹായം. ഈ ആനുകൂല്യങ്ങൾ 10 വർഷം കഴിഞ്ഞാൽ അവർ പരിധി വെച്ചിരിക്കുകയാണ്. അപ്പം ആ പരിധി മാറ്റണമെന്നും നമ്മുടെ ആവശ്യം നമ്മൾ ആവശ്യപ്പെട്ട് ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 10 വർഷം കഴിയുമ്പോൾ പ്രവാസി അല്ലാതെ ജീവിക്കുന്നു. അവര് പ്രായം കൂടുന്നതോറുമല്ല അവരെ സഹായിക്കേണ്ടത്. ഈ 10 വർഷം കഴിയുമ്പോൾ ഗവൺമെന്റ് ഒരു ആനുകൂല്യങ്ങൾ തരുന്നില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ വീട് വെച്ചു, നമ്മൾ കാർ വാങ്ങിച്ചു, നമ്മുടെ പിള്ളേരെ മക്കളെ കെട്ടിച്ചു. അതൊന്നും മറ്റു സഹോദരങ്ങൾ കൂടെയുള്ള മക്കൾ ചിന്തിക്കുന്നില്ല. നമ്മൾ എങ്ങനെ ജീവിച്ചു, നമ്മൾ അവിടെ എങ്ങനെ ജോലി ചെയ്തു, എങ്ങനെ കഷ്ടപ്പെട്ടു, എവർമാതെ നിന്ന് 10, 12, 13, 14 മണിക്കൂർ അവിടെ നിന്ന് ജോലി ചെയ്തു. 5 മണിക്കൂറൊക്കെ ജോലി ചെയ്തെത്തിയ ഞാനൊക്കെ വെറും നിസ്സാര ഞാനൊക്കെ അന്ന് പോയത് വെറും നിസ്സാര ശമ്പളത്തിലാണ്. അന്ന് ഒരു റിയാല് കൊടുത്തു കഴിഞ്ഞാൽ 281 ഒരു റിയാല് വന്നാൽ 2 രൂപയാണ്. അന്ന് 3,000 രൂപയുടെ ശമ്പളത്തിന്. ആ കാലഘട്ടം മാറിയില്ലേ ഇപ്പൊ? ഇപ്പൊ സൗദിയിൽ ഇപ്പൊ 23 രൂപ 24 രൂപ 23,000 രൂപ കിട്ടുന്നുണ്ട്. ഒരു റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ 23,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മള് ശ്രദ്ധിച്ച് ആ പൈസ കിട്ടുന്ന 500 1000 ഒക്കെയാണ് നിസ്സാര ശമ്പളം. 1000 1500 കൂടുന്ന ശമ്പളമില്ല സൗദിയില്. ആ നിസ്സാരമായിട്ടുള്ള ശമ്പളം നമ്മൾ ശേഖരിച്ചു വെച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ഒരു പൈസയും കളയാതെ 2 വർഷം ആ പൈസയിൽ കൂടുതൽ പോകുന്ന സമയത്ത് കുറെ സാധനങ്ങൾ ഒരു പെട്ടിയൊക്കെ വാങ്ങിച്ചു പോകുന്ന ഒരു കാലഘട്ടം. ഇതെല്ലാം ആർക്കും വേണ്ടി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ജീവിക്കുന്ന നമ്മുടെ അപ്പനമ്മയ്ക്കും അതുപോലെ തന്നെ ഭാര്യയും പിള്ളേർക്കും വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന പൈസ. ആ ചിന്തകളൊന്നും ആ ഉണ്ടാക്കിയ പണം
ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി. അതൊന്നും ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് സത്യം തന്നെയാണ്. ഈ പരിപാടി ഇനിയും എല്ലാ വർഷങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ. നല്ല വാർഷിക സദസ്സ് ഇതിലും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അടുത്ത വർഷം വേറൊരു ജില്ലയിലായി അതിന് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ. നല്ല ഭാരവാഹികൾ ഉണ്ടാകട്ടെ. ആ ഭാരവാഹികൾക്ക് എല്ലാവിധമായ ശക്തിയും അവർക്ക് നല്ല ഊർജവും കൊടുക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. കാരണം അവരുണ്ടെങ്കിൽ അവിടെ നിങ്ങളുള്ളൂ, കൂട്ടായ്മയുള്ളൂ. അപ്പൊ നല്ലൊരു ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് ഈ വർഷം പുതിയ ഭാരവാഹികളില്ല. അപ്പോൾ ഈ ഭാരവാഹികളെയൊക്കെ പുതിയ ആൾക്കാരെ ഓടി നടന്ന് പ്രായക്കാരാണ്, എന്നാലും ഓടി നടന്ന കാര്യങ്ങളൊക്കെ നടത്തുന്ന വ്യക്തികളെ നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞ് അവരെ രംഗത്തോട്ട് കൊണ്ടുവരികയും ഈ പ്രസ്ഥാനം വലിയൊരു പ്രസ്ഥാനമായി മാറ്റി അടുത്ത വർഷവും ഇതുപോലെ തന്നെ ഒരു ജില്ലയില് ഇതുപോലൊരു ജില്ലയില് ആ സമ്മേളനം, വാർഷിക സമ്മേളനം നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സൗഹൃദ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു. നന്ദി.